3 ദിവസത്തെ തർക്കങ്ങൾക്കൊടുവിൽ വകുപ്പ് വിഭജനം പൂർത്തിയാക്കി വി.ഡി. സതീശൻ സർക്കാർ. ഫിഷറീസ് വകുപ്പ് ഷിബു ബേബി ജോണിന് തന്നെ എന്നതാണ് വിവരം. ഉന്നത വിദ്യാഭ്യാസ മുസ്ലിം ലീഗിനെന്ന് സൂചന. വി.എസ്. അനു ചേരുന്നു. വി.എസ്. അനു, പട്ടിക കൈമാറിയിരിക്കുന്നു. ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പ്, അതിൽ തന്നെ തർക്കവിഷയമായി നിൽക്കുന്ന ഈ ഫിഷറീസ് വകുപ്പ് അടക്കം അത് ഷിബു ബേബി ജോണിന് തന്നെയാണോ ലഭിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശബരി, ഏതായിരുന്നാലും 3 ദിവസത്തിന് ശേഷം വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനമായിരിക്കുന്നു. വകുപ്പ് ഏതൊക്കെ മന്ത്രിമാർക്കെന്ന് വ്യക്തമാക്കുന്ന പട്ടിക ഗവർണർക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൈമാറിയിരിക്കുന്നു. അല്പസമയം മുമ്പ് ലോക്ഭവനിൽ നടന്ന ഈ പറയുന്ന പ്രൊട്ടൈം സ്പീക്കറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ്, ആ സമയത്ത് എത്തുമ്പോഴാണ് ഈ പട്ടിക കൈമാറിയത്. ഇതിൽ ഏറ്റവും പ്രധാനം ഫിഷറീസ് വകുപ്പ്, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം, ഈ 2 വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ അല്ലെങ്കിൽ നടന്ന ചർച്ചകളാണ് വലിയ തലവേദന ആയിരുന്നത്. ഫിഷറീസ് ഒരു പക്ഷേ അത് ഷിബു ബേബി ജോണിലേക്ക് എത്തുന്നു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ലത്തീൻ സഭ വളരെ കൃത്യമായി അവരുടെ ഒരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, മുതലപ്പുഴയിൽ ധാരാളം ആളുകൾ മരിച്ച സംഭവമൊക്കെ അറിയാം. അപ്പോൾ കടലിനെ അറിയുന്ന, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് വേണം, അത് നൽകണം എന്നുള്ളതായിരുന്നു ഈ പറയുന്ന ലത്തീൻ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് ഒരുപക്ഷെ അംഗീകരിക്കും. അങ്ങനെയാണെങ്കിൽ ലീഗ് ഒരു കടുംപിടുത്തം പിടിച്ചിരുന്നു. ആ ഫിഷറീസ് എടുക്കുകയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം തിരികെ ലീഗിന് നൽകണമെന്ന കാര്യം, ആ കാര്യത്തിൽ അങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ശബരി, ഞാനിപ്പോൾ നിൽക്കുന്നത് അല്പസമയത്തിനകം ഇവിടെ ക്യാബിനറ്റ് ആരംഭിക്കാം. 10 ക്യാബിനറ്റ് ആരംഭിക്കും. ഈ വകുപ്പുകൾ വ്യക്തമായതോടുകൂടി ആ വകുപ്പുകളുടെ മന്ത്രിമാർ എന്ന നിലയിലായിരിക്കും അവർ ഇന്ന് ഈ ക്യാബിനറ്റിൽ പങ്കെടുക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കാര്യം കൂടെ പറയേണ്ടത് അതുകൊണ്ടാണ്. കാരണം ഈ സാധാരണ ഇപ്പോൾ ഇന്നലെ വലിയ വാർത്തയായി പല മാധ്യമങ്ങളിലും വന്നത് 10 കൊല്ലത്തിന് ശേഷം തുറന്നു എന്ന് പറഞ്ഞ ആ സമരഗേറ്റിന്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. അത് അങ്ങനെ ആ വാർത്ത കൊടുക്കാത്ത ഒരേ ഒരു മാധ്യമം ഒരുപക്ഷെ ന്യൂസ് മലയാളമായിരിക്കും. കാരണം 2023 ഇത് തുറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനു മുമ്പ് കോവിഡ് സമയത്തിന് മുമ്പ് തുറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ കാര്യം പറയുന്നത്. ഏതാണ്ട് 10:00 മന്ത്രിമാർ ഇവിടേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. 10:00 ക്യാബിനറ്റ് ആരംഭിക്കും. ഏതായിരുന്നാലും വകുപ്പ് വിഭജനം പൂർത്തിയായതോടുകൂടി വകുപ്പില്ലാത്ത മന്ത്രിമാരായിട്ടല്ല, വകുപ്പ് മന്ത്രിമാരായിട്ടാകും അല്പസമയത്ത് ചേർന്ന ക്യാബിനറ്റിൽ മന്ത്രിമാർ പങ്കെടുക്കുക. അനു, ഇത് ഘടകകക്ഷികൾക്കും മാത്രമല്ല, അതായത് ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മാണി സി കാപ്പനെ സംബന്ധിച്ചോ മറ്റൊന്നുമല്ല ഈ പ്രശ്നങ്ങൾ. ലീഗിനെ സംബന്ധിച്ച് മാത്രമല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. കോൺഗ്രസിലുള്ളവർക്ക് തന്നെ ഇന്ന വകുപ്പുകൾ തരികയാണെങ്കിൽ തന്നെ ഞങ്ങൾക്കിത് മാത്രം പോരാ എന്നുള്ള നിലയുള്ളവർ കൂടി, മന്ത്രിമാർ കൂടി ഉണ്ടായിരുന്നു. അതിൽ തന്നെ എം ലിജു ഉണ്ടായിരുന്നു, O.J. ജനീഷ് ഉണ്ട്, മറ്റൊന്ന് K. മുരളീധരൻ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യമായിരുന്നു താല്പര്യം. ആദ്യം വൈദ്യുതിയായിരുന്നു, പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ആരോഗ്യമാണ് താല്പര്യമെന്ന് അദ്ദേഹം തന്നെ പറയുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ദേവസ്വം എന്നുള്ളത് കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ദേവസ്വം അദ്ദേഹത്തിന് കൊടുത്തോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊക്കെ ഒരു പരിഹാരം നിലവിൽ ആയി എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം, അല്ലേ? തീർച്ചയായും പരിഹാരം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമുക്ക് നിലവിൽ അനുമാനിക്കാൻ. കാരണം ഏതായിരുന്നാലും പട്ടിക ഗവർണർക്ക് കൈമാറിയതോടുകൂടി വകുപ്പ് വിഭജനം പൂർത്തിയായിരിക്കുന്നു. ഇതിൽ ഇപ്പോൾ സമരഗേറ്റ് വഴിയൊക്കെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ K. മുരളീധരൻ്റെ കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് ആദ്യം ആരോഗ്യം കൊടുക്കാമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. പക്ഷേ അദ്ദേഹത്തിന് നൽകുന്ന വൈദ്യുതി വകുപ്പാണ്. പക്ഷേ പിന്നീട് വീണ്ടും K. മുരളീധരൻ കടുപ്പിടുത്തം പിടിച്ചതോടുകൂടി ആരോഗ്യത്തിലേക്ക് എത്തി. അദ്ദേഹത്തിന് ആരോഗ്യവും ദേവസ്വവും വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം. പക്ഷേ ദേവസ്വം നൽകുന്നതിൽ ശരിയാകില്ല, അല്ലെങ്കിൽ ദേവസ്വം അനിൽകുമാറിന് വേണം എന്നുള്ളൊരു ആവശ്യം KC വേണുഗോപാൽ ഗ്രൂപ്പ് വളരെ കൃത്യമായി, വളരെ സമ്മർദ്ദമായി അവർ ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സഹകരണം ആർക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത പദ്ധതി. എം ലിജുവിനും എക്സൈസ് മാത്രം പോരാ, സഹകരണം കൂടെ വേണമെന്ന് പറയുന്നു. പക്ഷെ അതിന് ഇതുവരെയും തീരുമാനം ആയിരുന്നില്ല. എന്നാൽ പട്ടികയുടെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ഇപ്പോൾ ടൂറിസം, ഗതാഗത വകുപ്പ്, ഗതാഗതം CP ജോണിനാണെന്ന് പറയുന്നു. പക്ഷേ അതിൽ ചില മാറ്റങ്ങൾ, സഹകരണം കൂടെ വേണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഈ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വകുപ്പുകൾ കൈമാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ 1-ാം പേജിൽ ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് AICC അധ്യക്ഷൻ ഖാർഗെയുടെ ആവശ്യം പോലും വി.ഡി. സതീശൻ തള്ളിക്കളഞ്ഞു, മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു എന്നുള്ള ഒരു വാർത്ത കാണുന്നുണ്ട്. കാരണം അങ്ങനെ വലിയൊരു പ്രതിസന്ധി തന്നെയായിരുന്നു കോൺഗ്രസ് UDF-നുള്ളിലെ ഈ വകുപ്പ് വിഭജനം. അതാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. പട്ടിക ഗവർണർക്ക് കൈമാറിയിരിക്കുന്നു. നമുക്ക് അല്പസമയത്തിനകം ഇതാരൊക്കെയാണ്, വിജ്ഞാപനം ഇന്ന് തന്നെ ഇറങ്ങും, ഇതാരൊക്കെയാണെന്ന് അല്പസമയത്തിനകം അറിയാൻ കഴിയും. അനു, അക്കാര്യത്തിൽ ഇതിപ്പോൾ ഇത്രയും വൈകാൻ കാരണം എന്നുള്ളത് നമുക്കറിയാവുന്നതുപോലെ അതൊന്ന്
ഗ്രൂപ്പ് സമവാക്യം പാലിക്കുക, മറ്റൊന്ന് സമുദായ സമവാക്യം പാലിക്കുക എന്നുള്ള വലിയ തത്രപ്പാടിലായിരുന്നു. ഒരുപക്ഷെ അത്തരം സമ്മർദ്ദങ്ങൾക്ക് പരസ്യമായി തന്നെ വഴങ്ങുന്നു എന്ന നിലയ്ക്ക് പൊതു ജനത്തിനിടയിൽ തന്നെ ഒരു ഇമേജ് ഉണ്ടാക്കി കൂടിയാണ് നിലവിൽ ഈ പട്ടിക വിഭജനം പൂർത്തിയാക്കുന്നത് എന്നുള്ളതാണ്. എന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വളരെയധികം നീണ്ട ഒരു പ്രോസസ്സ് ആയിരുന്നില്ല. സാധാരണഗതിയിൽ ഇതിലും നീണ്ട കാലയളവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഒരു ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഇത്രയധികം സമയം ഇതിനെടുത്തു എന്നുള്ളത് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട കാര്യമല്ലേ? ഷാമിലി, കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വേണ്ടി സത്യപ്രതിജ്ഞയ്ക്ക് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം 11 ദിവസം വേണ്ടി വന്നു. കോൺഗ്രസിൽ ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അവർക്ക് ഈ വലിയ ചർച്ചകൾ മാത്രമല്ല, ഈ സാമുദായിക സംഘടനകൾ, പ്രാദേശിക വിഷയങ്ങളൊക്കെ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്ന അത് കോൺഗ്രസിൽ നമുക്ക് അത് പതിവാണ്. മാത്രമല്ല, അത് ഇന്നത്തെ ഈ കാലത്തെ മാത്രമല്ല, മുമ്പ് കാലത്തും സമാനമായ തർക്കങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ 10 കൊല്ലത്തിന് ശേഷം 10 കൊല്ലത്തിനിടയിൽ നമ്മൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് അതിലൊരു കോൺഗ്രസുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ പ്രതിസന്ധി ഇക്കാര്യത്തിൽ കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ക്യാബിനറ്റിൽ തന്നെ 7 മന്ത്രിമാർ KC വേണുഗോപാലുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ VD സതീശന് ഏതെങ്കിലും തലവേദനയാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. മാത്രമല്ല, ഇനി അതിനുശേഷം ഇവരാരെങ്കിലും ഇപ്പുറത്തേക്ക് മാറുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഒക്കെ കോൺഗ്രസിൽ വലിയ സജീവ ചർച്ചയായി നിൽക്കുന്നുണ്ട്. നോക്കും, ഇപ്പോൾ ചാണ്ടി ഉമ്മനെ മന്ത്രി പദവി കൊടുക്കാത്തതിൽ വലിയ പ്രശ്നം കോൺഗ്രസിന് നടക്കുന്നുണ്ട്. ഭാഗത്തിന് ഒരു പ്രതിനിധി ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ട്. ചാണ്ടി ഉമ്മൻ ഈ സത്യപ്രതിജ്ഞ നടന്ന സെൻട്രൽ സ്റ്റേഡിയത്തിൽ ചാണ്ടി ഉമ്മൻ മാത്രമാണ് എത്തിയത്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പോലും ഈ ചടങ്ങിൽ എത്തിയില്ല. അങ്ങനെയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു. ചാണ്ടി ഉമ്മന് വേണ്ടി സെക്രട്ടറിയുടെ മുമ്പിൽ ഒരാൾ പ്രതിഷേധിച്ച വാർത്ത നമ്മൾ ഇന്നലെ കണ്ടു. അങ്ങനെ ഈ പറയുന്ന മന്ത്രി സ്ഥാനങ്ങൾ മാത്രമല്ല, വകുപ്പുകൾ പോലും കോൺഗ്രസിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഷാബിലി.